ഇറങ്ങിക്കോ എല്ലാവരും. എന്റെ അച്ഛനും അമ്മയും കൂടെപ്പിറപ്പും എല്ലാം മരിച്ചെന്ന് കരുതിക്കോളാം ഞാൻ. ഡീ, ഞങ്ങളുടെ മുഖത്ത് നോക്കി എങ്ങനെയാ നിനക്ക് എങ്ങനെയൊക്കെ പറയാൻ തോന്നുന്നേ? മിണ്ടിപ്പോവരുത്. എന്റെ ജീവിതം നായ്ക്കും നരിക്കും അല്ലാതാക്കിയിട്ട് ഇനി എന്നെ അന്വേഷിച്ച് നിങ്ങൾ ആരും ഇവിടേക്ക് വരണ്ട. നിങ്ങൾക്ക് കിട്ടാനുള്ളതെല്ലാം അയാൾ തന്നില്ലേ? അതോ ഇനിയും എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഡിവോഴ്സിന് ശേഷം ഒരു 50 ലക്ഷം കൂടെ അവൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഞങ്ങൾ അപ്പൊ തന്നെ വേണ്ടെന്ന് പറഞ്ഞു. അത് നിനക്കും കൂടെ വേണ്ടിയാ. നിങ്ങൾ തമ്മിൽ ഒരിക്കലും ഡിവോഴ്സ് ആവരുത് എന്ന് തന്നെയാ ഞങ്ങളും ആഗ്രഹിക്കുന്നത്. ഉളുപ്പില്ലേ നിങ്ങൾക്ക് എന്റെ മുന്നിൽ നിന്നിങ്ങനെ സംസാരിക്കാൻ? എന്ത് ത്യാഗം ചെയ്ത പോലെയാ സംസാരം. മോളെ, നീ അച്ഛൻ പറയുന്നതൊന്ന് കേൾക്ക്. എനിക്ക് നിങ്ങൾ പറയുന്നതൊന്നും ഇനി കേൾക്കുകയും വേണ്ട. നിങ്ങൾ ആരെയും എനിക്കിനി കാണുകയും വേണ്ട. എന്റെ ശരീരം വെച്ച് നിങ്ങൾ അയാളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയ സ്ഥിതിക്ക് അതിന്റെ പണിയെടുക്കാതെ എനിക്ക് വീട്ടിൽ നിന്നും മോചനം ഉണ്ടാവില്ലല്ലോ. ഞാൻ ഇവിടെ കിടന്ന് മരിച്ചു പോയാലും എന്നെ കാണാൻ നിങ്ങൾ വരണ്ട. ചാരു, നീ ഇങ്ങനെ ഭ്രാന്ത് വിളിച്ച് പറയല്ലേ. നിനക്കറിയാലോ അച്ഛനൊരു അറ്റാക്ക് കഴിഞ്ഞതാ. നീ ഇങ്ങനെയൊക്കെ പറയുമ്പോ അദ്ദേഹത്തിന്റെ അവസ്ഥ കൂടെ നീ ഒന്ന് ആലോചിക്ക്. നിന്നെ ഞങ്ങൾ വിറ്റതൊന്നുമല്ല. നീയും ദേവും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയ നിങ്ങൾക്കിടയിൽ സ്നേഹം വരുമെന്ന് ഞങ്ങൾ കരുതി. എല്ലാം കൊണ്ടും ഈ ബന്ധം നമുക്ക് നല്ലതല്ലേ എന്ന് ഞങ്ങൾ വിചാരിച്ചുള്ളൂ. രാധിക അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് കൂടി നിങ്ങൾ നന്മ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഇതേക്കുറിച്ച് കല്യാണത്തിന് മുന്നേ എന്നെ കൂടെ അറിയിക്കണമായിരുന്നു. ഞാനിതിന് സമ്മതിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചത്. ഞാനെന്നല്ല, ഇനിയിപ്പോ എത്ര പണവും പദവിയുമുള്ള ആളാണെന്ന് പറഞ്ഞാലും മാനവും അഭിമാനവും ഉള്ള ഒരു പെണ്ണും ഇങ്ങനെ ഒരു കാര്യത്തിന് സമ്മതിക്കില്ല. ഇതിപ്പോ അയാളുടെ കണ്ണിൽ പണത്തിനു വേണ്ടി ശരീരം വെച്ച വെറും ഒരു വേശ്യപ്പെണ്ണിനെ പോലെയായി ഞാൻ. ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് അയാൾക്ക് എന്നോട് ഇത്രയും മറപ്പും വെറുപ്പും എന്ന്. അതെല്ലാം നിനക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോളെ? വേണ്ട, എനിക്കൊന്നും മാറ്റണ്ട. ജനിപ്പിച്ച അമ്മയിൽ നിന്നും അച്ഛനിൽ നിന്നും കിട്ടാത്ത സ്നേഹവും പരിഗണനയും ഒന്നും ഞാൻ ഇനി ആരും നിന്നും ആഗ്രഹിക്കുന്നില്ല. പൊയ്ക്കോ എല്ലാവരും. നിങ്ങളെ എനിക്കിനി കാണണ്ട. നിങ്ങളെ കാണുന്തോറും നിങ്ങളുടെ മകളായി ജനിച്ചതിൽ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നിക്കൊണ്ടിരിക്കുക. ചാരു, നീ ഒന്ന് സമാധാനപ്പെട്. നന്ദ അവളെ കെട്ടിപ്പിടിച്ചു. എനിക്ക് ആരെയും കാണണ്ട, പൊയ്ക്കോ എല്ലാവരും. ഒരു ഭ്രാന്തിയെ പോലെ അവൾ അലറി. സ്വന്തം മകളെ ചതിച്ച് അവളുടെ ജീവിതം നശിപ്പിച്ചിട്ട് നിങ്ങൾ ഇനി എന്ത് നോക്കി നിൽക്കുകയാണ് ഇവിടെ? ഇത്രയും നീചമായ പ്രവൃത്തി ചെയ്തു വെച്ചിട്ടാണ് പിന്നെയും ഒരു പുളുപ്പില്ലാതെ നിങ്ങളിവിടേക്ക് കയറി വന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ നിങ്ങളുടെ കൂടെ വരില്ലായിരുന്നു. നന്ദു പുച്ഛത്തോടെ പറഞ്ഞു. ആ സമയം എന്ത് പറഞ്ഞാലും ചാരുവിനെ സമാധാനപ്പെടുത്താൻ കഴിയില്ല എന്ന് അറിയാവുന്നതുകൊണ്ട് അവൾ അവിടെ നിന്നും ഇറങ്ങി. പുറകെ ബാക്കിയുള്ളവരും. ചാരുവിന് തന്റെ സമനില തെറ്റുന്ന പോലെ തോന്നി. അവൾ ആ മുറിയിലിരുന്ന് ആർത്ത് കരഞ്ഞു. കരഞ്ഞു കരഞ്ഞ് തളർന്ന് എപ്പോഴും അവൾ ഉറങ്ങിപ്പോയിരുന്നു. ഡി, ദേവിന്റെ ശബ്ദം കാതുകളിൽ പതിച്ചതും ചാരു ഞെട്ടിയുണർന്നു. 24 മണിക്കൂറും ഉറക്കം തന്നെയാണോ നിനക്ക്? താഴേക്ക് വാ, അച്ഛൻ ഭക്ഷണം കഴിക്കാൻ കാത്തിരിക്കുന്നുണ്ട്. എന്നോട് ഈ റൂമിന് പുറത്തേക്ക് ഇറങ്ങരുതെന്ന് നിങ്ങളെന്നല്ലേ പറഞ്ഞിട്ടുള്ളേ? ആ, അന്ന് അങ്ങനെ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറയുന്നു താഴേക്ക് വരാൻ. എന്താ, നിനക്ക് അനുസരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ എന്റെ വീട്ടുകാരുടെ മുന്നിൽ നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാണിക്കരുത്, പ്രത്യേകിച്ച് എന്റെ അച്ഛന്റെ മുമ്പിൽ, കേട്ടല്ലോ? ഒരു യജമാനനെ പോലെ അവൻ അവൾക്ക് കൽപ്പനകൾ നൽകിക്കൊണ്ടിരുന്നു. അവൾ വേഗം കുളിച്ച് ഫ്രഷായി താഴേക്കിറങ്ങി. അവരെല്ലാവരും ടേബിളിന് ചുറ്റും ഭക്ഷണം വിളമ്പി അവളെ കാത്തിരിക്കുകയായിരുന്നു. ആ മോളെ, ഇരിക്ക്. ദേവിനടുത്ത് അവൾക്കായി ഒഴിച്ചിട്ടിരിക്കുന്ന കസാരയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് പ്രഭാകരൻ പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ ഇരുന്നു. മോളെ, ഛർദിയും ക്ഷീണമൊക്കെ മാറിയോ? ഛർദിയോ? അവൾ സംശയത്തോടെ ചോദിച്ചു. ആ, ഇന്നലെ മിനിയാന്നൊന്നും മോളെ ഭക്ഷണം കഴിക്കാൻ താഴേക്ക് കാണാതിരുന്ന സമയം ഇവനോട് ചോദിച്ചപ്പോ ഇവൻ പറഞ്ഞല്ലോ നിനക്ക് ഛർദിയാണെന്ന്, അതുകൊണ്ടാണ് താഴേക്ക് വരാത്തതെന്നൊക്കെ. ആ, അത് മാറിച്ചാ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ചാരു ദേവിനെ ഒന്ന് ഇടം കണ്ടിട്ട് നോക്കിക്കൊണ്ട് പറഞ്ഞു. ഇവിടെ ആരും വിളമ്പി കൊടുക്കുകയൊന്നും ഇല്ലാട്ടോ. അവരവർക്ക് ആവശ്യമുള്ളത് അവരവരെടുത്ത് കഴിക്കാം. ഒന്നും എടുക്കാതിരുന്ന ചാരുവിനെ നോക്കിക്കൊണ്ട് സരോജിനി പറഞ്ഞു. വ്യത്യസ്ത തരം വിഭവങ്ങൾ നിറഞ്ഞിരിക്കുന്ന ടേബിളിൽ നിന്നും അവൾ കുറച്ച് ചോറും കറിയും ഉപ്പേരിയും മാത്രം എടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവളുടെ അച്ഛനും അമ്മയും അവളുടെ ചെയ്ത ചതിയുടെ നോവ് അവളുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവൾക്ക് ശരിക്കും ഭക്ഷണം കഴിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവർ പരസ്പരം അവരുടെ ബിസിനസ് കാര്യങ്ങളും കുടുംബകാര്യങ്ങളും ഒക്കെ സംസാരിക്കുന്നുണ്ട്. ചാരുവിന് അതേക്കുറിച്ചൊന്നും യാതൊരു അറിവും ഇല്ലാത്തത് കൊണ്ട് അവൾ മിണ്ടാതെയിരുന്നു.
അതവിടെ വെച്ചോ, അതൊക്കെ എടുക്കാനും ക്ലീൻ ചെയ്യാനും ഇവിടെ ആളുകളുണ്ട്, പോയി കൈ കഴുകാൻ നോക്ക്. കഴിച്ചു കഴിഞ്ഞ് പ്ലേറ്റ് എടുത്ത് എഴുന്നേറ്റ് ചാരുവിനോട് ആതിര പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിക്കലെല്ലാം കഴിഞ്ഞ് ഓരോരുത്തരും അവരവരുടെ ചുറ്റുപാടുകളിൽ തിരിഞ്ഞു. ദേവ് മുകളിലേക്ക് കയറി പോയിരുന്നു. അവനോട് തന്റെ വീട്ടുകാർ അവളുടെ ശരീരം വിറ്റ് പണം വാങ്ങിയിട്ടുണ്ടെന്ന് അറിഞ്ഞതോടെ അവൾക്ക് അവനെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് തന്നെ അവൾ മുകളിലേക്ക് പോയില്ല. താനിനിയിപ്പോ എന്താ ചെയ്യുക എന്ന് ഓർത്തുകൊണ്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. വരതെ അവിടെയൊക്കെ നടപ്പിയെങ്കിലും അവളെ അവിടെയൊന്നും കാണുന്നില്ല. അപ്പോഴാണ് ഉറങ്ങുകയായിരുന്ന ആരതിയുടെ കുഞ്ഞ് തൊട്ടിലിൽ നിന്ന് കരയുന്നത് അവൾ കണ്ടത്. ആരതിയാണെങ്കിൽ കുഞ്ഞിനെ എടുക്കാനായി ബാത്റൂമിലിരുന്ന് അമ്മയെ അമ്മയെന്നേ വിളിക്കുന്നുണ്ട്. ചാരു വേഗം പോയി തൊട്ടിലിൽ നിന്നും കുഞ്ഞിനെ എടുത്തു. വാവോ, അവൾ അതിനെ തോളിൽ കിടത്തി പുറത്ത് പതിയെ തട്ടിക്കൊടുത്തു. ആരാ അവിടെ? ആരതി ബാത്റൂമിൽ നിന്നും വിളിച്ചു ചോദിച്ചു. ഞാന് ചേച്ചി. ആ, നീയായിരുന്നോ? കുഞ്ഞിനെ ഒന്ന് നോക്കിട്ടോ, ഞാൻ ഇപ്പൊ വരാം. പക്ഷെ പരിചയമില്ലാത്ത കൈകളിലായതുകൊണ്ട് കുഞ്ഞ് കരച്ചിൽ മാറ്റിയില്ല. എങ്ങനെയാ ഇതിന്റെ കരച്ചിൽ മാറ്റുക എന്നോർത്ത് ചാരുവിനുള്ളിൽ പേടി തോന്നാൻ തുടങ്ങി. അപ്പോഴേക്കും ആരതി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നു. ഇങ്ങത്താ. അവൾ വേഗം കുഞ്ഞിനെ ചാരുവിന്റെ കയ്യിൽ നിന്നും വാങ്ങി. ഇവളിങ്ങനെ തന്നെയാണ്, പരിചയമില്ലാത്ത ആരെങ്കിലും എടുത്ത പിന്നെ കരച്ചിൽ കൂടും. അതാ ഞാൻ അമ്മയെ വിളിച്ചത്. നീ എന്താ മുകളിലേക്ക് പോയില്ലേ? ഇല്ല. വാ ഇരിക്ക്. വീടൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ? നിങ്ങളെ പോലെയുള്ളവർക്കൊക്കെ ഇത് സ്വർഗമല്ലേ? എന്റെ രാഹുലേട്ടന്റെ വീട് ഇതിനേക്കാൾ കുറച്ച് ചെറുതാ. എനിക്ക് അവിടെ പോകുമ്പോഴാ ഒരു ബുദ്ധിമുട്ട്. അവിടെ ആകെ ഒരു മകൻ തന്നെ ഉള്ളൂ. അവരുടെ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു പോയതാ. പിന്നെ വീട്ടിൽ അമ്മ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറെ പോവാനും പറ്റില്ല. അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു വീട് അച്ഛനെ എനിക്കുണ്ടാക്കി തന്നേനെ. ചാരു അവൾ പറഞ്ഞതിനെല്ലാം തിരിച്ച് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. നിന്റെ മുഖത്ത് എന്താ ഒരു വാട്ടം? ഏയ്, ഒന്നുമില്ല. പിന്നെ ദേവിന്റെ ഇപ്പോഴത്തെ സ്വഭാവം കണ്ട് നിനക്ക് മോശിപ്പൊന്നും തോന്നണ്ട കേട്ടോ. അവന് ആരതി പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അവിടേക്ക് സരോജിനി വന്നു. അതോടെ അവൾ ആ വിഷയം അവിടെ നിർത്തുകയും ചെയ്തു. കുഞ്ഞുണർന്നോ? ആ, ഞാൻ അമ്മയെ ഒരുപാട് വിളിച്ചല്ലോ. ഞാൻ അവിടെ കിടന്നൊന്ന് മയങ്ങിപ്പോയി. പിന്നെ ഇന്ന് രാഹുലേട്ടൻ വരും എന്നെ കൊണ്ടുപോവാൻ. രാത്രിയാകുമ്പോഴേക്ക് ഒരുങ്ങി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെന്നെ ഇത്ര പെട്ടെന്ന് പോകുന്നേ? കുഞ്ഞിനെ കണ്ട് കൊതി തീർന്നില്ല. അവർ ആരതിയുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. എനിക്കിപ്പോ എന്നും ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. ഇനിയിപ്പോ നിങ്ങൾക്ക് കൊഞ്ചിക്കാൻ ഇവരോടൊരു കുഞ്ഞിനെ തരാൻ പറയാ. ആ, അതന്നെ, എത്രയും പെട്ടെന്നൊരു കുട്ടിയെ പ്രസവിക്കാൻ നോക്കിട്ടോ. അല്ല കുട്ടി, നിന്റെ സ്വർണങ്ങളൊക്കെ എവിടെ? മറ്റു ആഭരണങ്ങളൊന്നും ഇടാതെ താലി മാത്രം അണിഞ്ഞിരിക്കുന്നവളെ കണ്ട് സരോജിനി അല്പം അമർഷത്തോടെ ചോദിച്ചു. അവിടെ മുറിയിലുണ്ട്. എനിക്കങ്ങനെ സ്വർണത്തിനോടൊന്നും പ്രിയമില്ല. അതാണിനി നടക്കുന്നതിലും വലിയ താല്പര്യമില്ല. നിന്റെ താല്പര്യവും താല്പര്യക്കേടും ഒന്നും നോക്കിയിട്ടല്ല അതൊന്നും ഇടേണ്ടത്. ഞാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ മാളിയേക്കൽ തറവാട്ടിലെ മരുമകളാണ്. പണ്ടത്തെ പോലെ ഒരു കരിയും പരഗതിയും ഇല്ലാതെ നടന്നിരുന്ന പോലെയല്ല. ഈ തറവാട്ടിന്റെ എല്ലാ പ്രൗഢിയോടും കൂടെ വേണം നീ ഇപ്പോൾ നടക്കാൻ. ഇങ്ങനെ പറഞ്ഞ് അപമാനിക്കാൻ എന്തിനാ വെറുതെ മകനെ കൊണ്ടൊരു ഗതിയും പരഗതിയും ഇല്ലാത്തിടത്തും പെണ്ണ് കെട്ടിച്ചേ? ചാരു മനസ്സിൽ പറഞ്ഞു. എന്താ, നിനക്ക് ഞങ്ങൾ കൊണ്ടുവന്ന സ്വർണ്ണമൊന്നും ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടോ? എനിക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ടുള്ളത് എന്തെങ്കിലും മതിയായിരുന്നു. ഓ, എല്ലാം വെറുതെ കിട്ടിയതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ ഓരോന്ന് തോന്നുന്നത്. അതൊക്കെ എത്ര രൂപയുടെ സാധനങ്ങളാണെന്ന് അറിയോ നിനക്ക്? അയ്യോ, ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല അമ്മേ. നിനക്കതൊന്നും വേണ്ടെങ്കിൽ ഇങ്ങ് തന്നേക്ക്. എന്നിട്ട് ഏട്ടന്റെ കൂടെ പോയി സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പോയി വാങ്ങിക്ക്. ഓ, നിനക്ക് പിന്നെ എത്ര കിട്ടിയാലും മതിയാവില്ലല്ലോ. ഇനിയും അവിടെ നിന്നാൽ എന്തെങ്കിലും പറഞ്ഞു പോകുമെന്ന് തോന്നിയതുകൊണ്ട് ചാരു വേഗം അവിടെ നിന്നും പോയി. തുടരും.